ഹണി, നീ എന്തായി ചെയ്യുന്നേ? സമയം കട്ട് ചെയ്ത് കളയുക. ഇന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ട്. 1 മണിക്കൂർ പോലും 60 മിനിറ്റ് പോലെയാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് തന്നെയാ. അല്ലേ അല്ല, 1 മണിക്കൂറിൽ 360 സെക്കൻഡ്സ് ആണ് ഉള്ളത്. അതെപ്പോഴും 60 മിനിറ്റ് ആയത്? എന്നിട്ട് ആ കാര്യം എന്താ നിങ്ങളാരും എന്നോട് പറയാണ്ടിരുന്നത്? എനിക്കും വല്ലാതെ ബോറടിച്ചത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം കിച്ചണിൽ വെച്ച് ബട്ടർ താഴെ ഇട്ടു. അത് വൃത്തിയാക്കാൻ പറഞ്ഞ് മാഡം പിണങ്ങിയാൽ മാത്രമേ ഇന്നത്തേക്ക് നേരം പോകുള്ളൂ എനിക്ക് തോന്നുന്നത്. പക്ഷേ കൂട്ടുകാരെ, നമുക്കെന്തിനാണ് ബോറടിക്കുന്നത്? നമ്മൾ ബോറടിച്ച് ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാ? പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് ക്രിക്കറ്റ് പോലും കളിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അഥവാ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാനൊരു സഫാരി നടത്തിയേനെ. കുതിരയുടെയും ആനയുടെയും ഇടയിൽ കൂടെ ഓടിക്കളിച്ചേനെ. അതെ, കൂടാതെ ഞാൻ ആനപ്പുറത്ത് കയറി ഈ നാട് മൊത്തം ചുറ്റി കണ്ടേനെ. ഒരു രാജാവിനെ പോലെ ജീവിച്ചേനെ ഞാൻ. എന്തായാലും അത് കൊള്ളാം. സ്വപ്നത്തിലെങ്കിലും നീ മണ്ടത്തരം ഒന്നും കാട്ടിക്കൂട്ടുന്നില്ലല്ലോ. ഭാഗ്യം. അതെ കൂട്ടുകാരെ, നമുക്കൊരു ഗെയിം അങ്ങ് കളിച്ചാലോ? രാജാവും റാണിയുമുള്ള ഗെയിം. കുതിരയും ആനയും ഉണ്ടാവും, പിന്നെ പടയാളികളെയും കാണാൻ സാധിക്കും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള കളി ആയതുകൊണ്ട് ഒരു കാരണവശാലും ബോർ അടിക്കുകയേ ഇല്ല. ആണോ? അതെന്ത് ഗെയിമാണ്? ആ ഗെയിമാണ് ചെസ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനുണ്ട്. ആ, ചോദിക്ക്. കരിവിൽ 5 വീണ് കഴിഞ്ഞാലേ ആദ്യം നിൽക്കേണ്ടത് ആനേനെയാണോ അതോ ഒട്ടകത്തിനെയാണോ? ഒരു കുഴപ്പമില്ല, നിനക്ക് പകരം ഞാൻ കളിക്കാം ഹണി. ഒരു ഡോഗിയായി എനിക്ക് ആനയെ ചലിപ്പിക്കാനുള്ള അവസരമാണിത്. എന്താ? മിണ്ടാതെ നേരെ നോക്കി നടക്കടാ അങ്ങോട്ട്. നിനക്ക് എന്ത് കണ്ടാലും ഭയങ്കര പേടിയാണല്ലോ മോനെ. നിനക്ക് പേടിയില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം കാണും. നിക്കേ. ഇപ്പൊ നീ എന്ത് കണ്ടിട്ടായി പേടിക്കുന്നത്? എനിക്ക് പേടിയില്ല, ബോഡിയില്ല. ഞാൻ കൂളാണ്, ഫൂളല്ല, ധീരനാണ്, ഭീരുവല്ല. മിണ്ടാ നടക്കണോ, ഞാൻ നിന്റെ അച്ഛനാണ്. എപ്പോ നോക്കിയാലും ഞാൻ ധീരനാണ്, ഭയങ്കര കൂളാണ്. ഇത് തന്നെ സ്ഥിരം ഡയലോഗ്. ഇപ്പൊ നീ പറയുന്ന കേട്ടെ എനിക്ക് തന്നെ സംശയം, ഞാൻ കൂളാണോ ഫൂളാണോ എന്ന്. അച്ഛാ, മാപ്പ്. എന്നോട് അച്ഛൻ വേഗം മാപ്പ് ചോദിക്കേ. അച്ഛാ, ഹോഴ്സ് വർദ്ധന്റെ ഒരേ ഒരു മകനാണ് ഞാൻ. അച്ഛന്റെ ഈ മോൻ വീരനാണ്, ധീരനാണ്. അയ്യോ ഇല്ലില്ല, നിന്റെ പേടി കണ്ടപ്പോ പെട്ടെന്ന് ചിരിച്ചു പോയതാ. എന്റെ കൂട്ടുകെട്ടെ വലിയ വലിയ ആൾക്കാരുമായിട്ടാണ് അച്ഛാ. സീ ഹോഴ്സിനെ അറിയാമോ? സീ ഹോഴ്സോ? അത് കടലിലല്ലേ അല്ലേ? ഇവിടെ അടുത്തുള്ള സീ ഹോട്ടലിൽ ഒരു ഹോഴ്സ് ഉണ്ട്. വലിയ പേര് കേട്ട ഹോഴ്സ് ആണ്. അതാണ് സീ ഹോഴ്സ്. അവൻ എന്റെ ചങ്കാണ് അച്ഛാ, ചങ്ക്. അച്ഛന്റെ ഈ ധീരനായ മകൻ അച്ഛനെ വിട്ട് ഒരിക്കലും പോവില്ല അച്ഛാ, അപ്പച്ചാ. ഇനി എന്തായാലും ഈ കുതിര രക്ഷപ്പെടില്ല. 4 വശത്തു നിന്നും വളഞ്ഞു കഴിഞ്ഞു. അച്ഛാ, ഞാനൊരു കൊച്ചാണച്ചാ. അവര് പറഞ്ഞത് കേട്ടോ അച്ഛാ? എന്ത് ചെയ്യണമെന്ന് പറയച്ചാ. ആകെ സീനായല്ലോ അച്ഛാ, അപ്പച്ചാ. ഞാൻ ആനയും തെറിപ്പിച്ചു. ഇപ്പതാ തേരും പോയി. ഇനി കുതിരയെ ബാക്കിയുള്ളൂ. അയ്യോ പാവം കുതിരയാണേ. ഒട്ടകമാണെന്ന് കരുതിയേക്കല്ലേ. ഇതിപ്പോ ആനയാണെങ്കിൽ ഒട്ടകത്തെ തട്ടിക്കളഞ്ഞു. ഇപ്പൊ കുതിരയുടെ നോക്കാ തിരിഞ്ഞിരിക്കുന്നത്. ഇവർ അപകടകാരികളാണെന്നാ തോന്നുന്നത്. അയ്യോ, ഈ കുരുത്തക്കെട്ട ചക്ക ഇത് എങ്ങോട്ടാ പോയത്? ചേതക് 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 ഈ ചെക്കൻ എവിടെയാ പോയിരിക്കുന്നത്? ചേതക് ചേതക് ചേതക്. കുതിര നിനക്കെന്താടാ വട്ടുപിടിച്ചോ? നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കുതിര അതിന് ഒരു കുതിരയല്ലേ തട്ടിയോളൂ. ഇനി അടുത്ത കുതിരയും വൈകാതെ തട്ടും ഞാൻ. നീ കണ്ടോ വലിയളിയാ? ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങൾ ചെസ് കളിക്കായിരുന്നു അല്ലേ? നോക്കി ഹണി ചെസ് കളിക്കുന്ന കണ്ടിട്ട് ഈ കുതിരക്ക് പോലും ഷോക്കായി പോയി. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ കുതിര 4 പാടും വളഞ്ഞെന്നും പിന്നെ തട്ടുമെന്നും ഒക്കെ. അതിന്റെ കൺഫ്യൂഷൻ കാരണം എന്റെ മോൻ ചേതക്ക് പെട്ടെന്ന് പേടിച്ച് എങ്ങോട്ടൊന്നില്ലാതെ ഓടിപ്പോയി. ഇല്ലില്ല, കുതിരയാണ്, ഒട്ടകമാണെന്ന് വിചാരിച്ചേക്കല്ലേ. അയ്യോ, അതിന് ചെസ്സിലെ കുതിരയെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്റെ അമ്മോ കൂട്ടുകാരെ, ഈ സിറ്റി വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇയാളുടെ കുട്ടിയെ കണ്ടെത്തണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ മോനെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എങ്ങോട്ടാവാൻ പോയത്? എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പോവാം.
അയ്യോ മക്കളെ, ഞാൻ ജസ്റ്റ് തലയൊന്ന് ചൊറിഞ്ഞതാ. അവൻ എങ്ങോട്ടാ പോയത്? അയാൾ അവിടേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വാ പോകാം. അയ്യോ, ഞാൻ വീണ്ടും തല ചൊറിഞ്ഞതാണ്. നിക്കവിടെ. ഒന്ന് വേഗം പറ, ആ ചെക്കൻ ഏത് സൈഡിലോട്ടാ പോയത്? അയ്യോ, അതറിയില്ല. കൂട്ടുകാരെ വാ, നമുക്ക് തന്നെ പോയി അന്വേഷിക്കാം. വേഗം വാ. അതെ അങ്കിളെ, അങ്കിളിന്റെ മകൻ വല്ല ഡോണോ മറ്റോ ആണോ? അല്ല, എന്തേ? അങ്ങനെയാണെങ്കിൽ ഒരു അണ്ടർവേൾഡിലേ കാണുള്ളൂ. ഈ പരിസരത്ത് എങ്ങും അവനെ കാണാനില്ല. ചിലപ്പോ അവൻ മാർക്കറ്റിന്റെ ഭാഗത്തോട്ട് അങ്ങനെ പോയി കാണും. വാ, പോയി നോക്കാം. ഈ ട്രോളി കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് തള്ളിക്കോട്ടെ. കുടു 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 തക്കുടു, കുടു 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 തക്കുടു, നോക്ക് കുടു കുടു. വഴി കൂടെ പോകുമ്പോ നോക്കി ശ്രദ്ധിച്ചു പോകൂടെ? താൻ എന്തിനാ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഇത് കൊണ്ടൊന്നും ഞാൻ പേടിക്കുന്ന പ്രശ്നമില്ല. ഇതിന് എനിക്കിടയ്ക്ക് പേടി വരാറുണ്ട്. പോയി സ്വന്തം കാറിൽ ചെന്ന് ഇരിക്കാൻ നോക്ക്. അയ്യോ, സീൻ അത്ര ശരിയല്ലല്ലോ. ഇവിടെ രക്ഷപ്പെടുന്നത് നല്ലത്. അങ്കിളെ, അങ്കിളുടെ കയ്യിൽ ചേതക്കിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഫോട്ടോ ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ എളുപ്പമായിരിക്കും. എന്തായാലും അവന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് നന്നായി. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ച് അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നു ആന്റി? സർദാറെ, നീ ആ ചേച്ചീനെ ആന്റിന്ന് വിളിച്ച് കളിയാക്കിയതേ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നേ. അയ്യോ അല്ല, അവർ ചേത്തക്കിന്റെ ഫോട്ടോ കണ്ടിട്ടാണ് ദേഷ്യം വന്നത്. ഓ അത് ശരി, ആ തലതെറിച്ച ചെക്കൻ നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നല്ലേ? എടാ, ഞങ്ങളുടെ മക്കൾക്ക് ആട്ടുംപാല കൊടുക്കുന്നത്, എങ്കിലേ പശുമ്പാല് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റൂ. നിങ്ങളുടെ കൂട്ടുകാരൻ വന്ന് ആ പാത്രത്തിലെ പാല് മുഴുവൻ നശിപ്പിച്ചു. ഇനി ആ നഷ്ടം മുഴുവൻ ആരാ നികത്തുന്നേ? എന്റെ അമ്മോ, ഓമാര് എന്ത് വേഗത്തിലാ ഈ ഓടുന്നത്! അയ്യോ, ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കും കുതിരാൻ വേണ്ടി വരുമെന്നാ തോന്നുന്നേ. എവിടെ ഓമാരെ? അയ്യോ, അച്ഛന്റെ പൊന്നു മോനെ, ചക്കര മുത്തേ, ഈ അച്ഛന്റെ മുതിര കുരുന്നേ. അയ്യോ, ഞാൻ കുതിര തന്നെയാണ്, ഒട്ടകമാണെന്ന് വിചാരിച്ചേക്കല്ലേ. അച്ഛാ, അച്ഛാ, ഞാൻ അച്ഛന്റെ കൊച്ചാ. ഞാൻ ഇവിടെ പേടിച്ചൊളിച്ചിരിക്കുകയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. അതിരിക്കട്ടെ, ആരാ ഇവര്? അച്ഛാ, മുത്തച്ഛ, വലിച്ച, കൊച്ചച്ച? ഇവരാണ് നേരെ കുതിരയെ 4 പാട് ചുറ്റിയിരിക്കുകയാണെന്നും വളഞ്ഞിരിക്കുകയാണെന്നും തട്ടിയിരിക്കുകയാണെന്നും പറഞ്ഞത്. കുതിരയെ തട്ടുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ പൊന്നുമോനെ, അവര് ചെസ് കളിക്കായിരുന്നു, അതിന്റെ ശബ്ദമാണ് കേട്ടത്. ഇതങ്ങ് ആദ്യമേ പറഞ്ഞ പോരായിരുന്നോ? ഇനി അവനെ കാണാതാവുന്നതിന് മുമ്പ് വേഗം പിടിക്കാൻ നോക്ക്. സംശയമുണ്ടോ? നിക്ക് മോനെ, നിക്ക്. ഹായ്, ഐ ആം ബണ്ണി. ഹായ്, ഐ ആം ഹണി. ഞാൻ സർദാറാണ്. കൂട്ടുകാരെ, ഇവൻ നമ്മളെ പേടിച്ച് പാലത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അത് അപകടമാകാൻ സാധ്യതയുണ്ട്. ചേതക്, നിനക്ക് ഞങ്ങൾ നല്ല മുദ്ര തരാം. നിൽക്കവിടെ.
എന്റെ കീശയിൽ ഫോണില്ല, എന്നിട്ട് ഈ കാലുകൾ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നേ? പേടിച്ചിട്ടാണ് കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അല്ലാതെ നിനക്കെങ്ങനെ അറിയാ? കാരണം എന്റെ കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. ചേതക്, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൈയിങ് താ. കൂട്ടുകാരെ, എന്റെ കയ്യില് മുറുകെ പിടിച്ചോ. ചേതക്, നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. നീ വീണ്ടും ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുവാണോ? എടാ, ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാ. ഞാൻ വിടില്ല, അല്ലെങ്കിൽ താഴെ വീഴും നീ. എന്റെ അച്ഛ, അപ്പച്ച, കൊച്ചച്ച, വലിയച്ഛ, ഇന്ന് ഇവരാണ് എന്റെ ജീവൻ രക്ഷിച്ചത് അച്ഛ. ഇവര് വളരെയധികം നല്ലവരാണ് അച്ഛ. അതേ മോനെ, അവര് ചെസ്സിലെ കുതിരയെ വളഞ്ഞ കാര്യമാണ് അന്നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ അർത്ഥം ഇവർ വളരെ നല്ലവരാണെന്നാണ്. മാഡം പറയുന്നത് ശരിയാണ്. കാര്യങ്ങൾ മുഴുവനും കേട്ടിട്ട് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടുള്ളൂ. ഇനി ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ട് പേടിക്കരുത്. എനിക്കെല്ലാം മനസ്സിലായി ഫ്രണ്ട്സ്. നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും.